ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രൺഫെൽഷ്യ അമേരിക്കാന എന്ന ഈ ഒരു പ്ലാന്റ് ഞങ്ങൾ നട്ട് വളർത്തിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു റിസൾട്ടാണ്. ഞാൻ ഈ ഒരു പ്ലാന്റ് ആദ്യമായിട്ട് കാണുന്നതും നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതും ഒരു വർഷം മുൻപായിരുന്നു. അന്ന് ഇതിന് 80 രൂപയായിരുന്നു വില. ഈ പ്ലാന്റിൻ്റെ പൂക്കൾ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിയത്. ഞാൻ ഈ പ്ലാന്റ് കാണുമ്പോൾ ഇത് നിറയെ പൂക്കളുണ്ടായിരുന്നു. ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിലത്തായിരുന്നു നട്ടു കൊടുത്തത്. അത് കാരണം ഇതിൽ പൂക്കളൊന്നും ഇല്ലാതെ പിന്നെ വല്ലാതെ നിൽക്കുമായിരുന്നു. ഇത് ഞാൻ പിന്നീട് ഒരു പോട്ടിൽ നട്ടു കൊടുത്തു. പിന്നെ വളവും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴാണ് ഈ ഒരു രീതിയിൽ വന്നത്. ഈ പൂക്കളൊക്കെ വിരിയുന്ന സമയത്ത് വെള്ള നിറമാണ്, പിന്നെയാണ് മാറിയിട്ട് മഞ്ഞ നിറമായിട്ട് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഏത് വെയിലത്ത് വേണേലും വെക്കാൻ പറ്റും. ഏത് വെയിലും തണുപ്പത്തും ഒക്കെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. വളരെ എളുപ്പമാണ് ഇത് നട്ട് വളർത്താനും ഒക്കെ. ഇപ്പോൾ വെയിലത്താണ് വെക്കുന്നതെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ വെള്ളം നനച്ച് കൊടുക്കണം. കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ മണ്ണിൽ എപ്പോഴും ഒരു നനവും ഒക്കെ വേണം. ഇതെങ്ങനെയാണ് നടന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിപ്പോൾ നല്ല കറുത്ത മണ്ണ് ഒന്ന് ഇടഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, മുട്ടും കല്ലില്ലാതെ ഇടഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ നടാൻ വളമായിട്ട് എല്ലുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചാണകപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നടാനായിട്ട് നമ്മൾ കുറച്ച് ഹോൾസ് വരുന്ന ഒരു ചട്ടി വേണം എടുക്കാനായിട്ട്. ഈ ഒരു ചട്ടിക്ക് 30 രൂപയായിരുന്നു വില. ഈ ചട്ടിയിലേക്ക് ഞാൻ ഒരൽപ്പം ഇടഞ്ഞെടുത്ത മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരൽപ്പം എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഏറ്റവും നല്ലൊരു വളമാണ്. ഞങ്ങൾ മിക്ക പ്ലാന്റ്സിനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചാണകപ്പൊടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരൽപ്പം മണ്ണിട്ട് കൊടുക്കാം. മുമ്പേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇടഞ്ഞ മണ്ണ് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മണ്ണിട്ട് കൊടുത്തു. ഇനി ഒന്ന് നനച്ച് കൊടുക്കാം. ഏത് പ്ലാന്റ് നടുന്നതിന് മുമ്പും ഇതേപോലെ ഒന്ന് നനച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ കമ്പെല്ലാം അതിൻ്റെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് നട്ടു കൊടുക്കാം. സിറ്റൗട്ടിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കുന്നതെങ്കിൽ 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ഏത് മണ്ണിലും ഈ പ്ലാന്റ് വളരും. കറുത്ത മണ്ണ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ആഴ്ചയിൽ ഒരിക്കൽ വൈകുന്നേരങ്ങളിൽ മാത്രം ചാണകവെള്ളം 1 കപ്പ് അളവിൽ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചെടി വേര് പിടിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഈ പ്ലാന്റിന് വളർന്നു വന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്യണം. ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ കൂടുതൽ ശിഖരങ്ങളൊക്കെ വരത്തുള്ളൂ, നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു 4 മാസത്തിന് ശേഷമുള്ള ഒരു വളർച്ചയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.